ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് കേട്ടോ ക്ലാസ്സിന് പോകുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ 11:30 ക്ലാസ്സിൽ കറക്റ്റ് 11 കാലമായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കിന്നൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു. ക്ലാസ്സിൽ ഐഡന്റിറ്റി കാർഡിന് വേണ്ടിയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോ തപ്പി കുറേ നടന്നപ്പോഴാണ് പാളയത്ത് ജസ്റ്റ് സാഫല്യം കോംപ്ലക്സിൽ കൂടി ഒന്ന് പോയി നോക്കാമെന്ന് കരുതിയത്. അങ്ങനെ ഇത് നമ്മൾ സാഫല്യം കോംപ്ലക്സിന് അകത്തേക്ക് പോകുന്നുണ്ട്. കാരണം അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോ കയറി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സ്റ്റുഡിയോ കിട്ടി. ശിവശങ്കരൻ എന്നാണെന്ന് തോന്നുന്നു ആ സ്റ്റുഡിയോയുടെ പേര്. പേരെന്തെങ്കിലും ആട്ടെ, നമുക്കൊരു ഫോട്ടോ ആണല്ലോ മുഖ്യം. അങ്ങനെ ഇത് ഞാൻ റെഡി ആവാൻ വേണ്ടി പോകണം. റെഡി ആവാന്നല്ല, ജസ്റ്റ് മുടി മാത്രം ഒന്ന് കെട്ടി വെക്കുക, അത്രയേ ഉള്ളൂ. ഐലൈനറോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല, പൊട്ടൊന്നും വെക്കുന്നില്ല. ജസ്റ്റ് ഒരു മുടി കെട്ടണം, പിന്നെ ഒരു ഫോട്ടോ എടുക്കണം. എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. കാരണം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ പാസ്പോർട്ട് സൈസിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് അവർ നമ്മളോട് ഏത് വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോട്ടോ എൻ്റെ കൈ കെട്ടി അടിപൊളിയായിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഉറങ്ങാനിട്ട പോലെയായിരുന്നു ഫോട്ടോയിലുണ്ടായിരുന്നത്. നല്ല ലേറ്റ് ആയതുകൊണ്ട് വൈഷു മെയിൻ റോഡിലൂടെ പോകാതെ ഏതൊക്കെയോ ഓടുവഴികളിലൂടെ പോകും. അങ്ങനെ ഞാൻ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. ക്ലാസ്സിൽ മുന്നേ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ അവിടുത്തെ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഡ്രസ്സ് ഇടരുത്, കാരണം പ്ലെയിൻ ബ്ലാക്ക് മാത്രമേ ഇടാവൂ, പൂക്കളും കൈകളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ പ്രാക്ടിക്കൽ ഡേ ആണ്. അതുകൊണ്ട് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിതിൻ്റെ ഫേസിലാണ്. അപ്പം നിതിൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. കാരണം ഞാൻ വരാൻ ഇന്ന് ലേറ്റ് ആയല്ലോ. അപ്പോൾ അവൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. കാരണം എന്താ, സുന്ദരിക്കുട്ടി ആവണല്ലോ അവന്. അങ്ങനെ സുന്ദരിക്കുട്ടിയാക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. എന്നും ഒരേ കളറിലുള്ള ഐഷാഡോ ചൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് പറഞ്ഞു നമുക്ക് വെറൈറ്റി ആക്കാന്ന് പറഞ്ഞു മഞ്ഞയിലൊക്കെ കുത്തുന്നുണ്ട്. അങ്ങനെ മഞ്ഞയൊക്കെ എടുത്തിട്ട് നമുക്ക് അവൻ്റെ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി. അങ്ങനെ മഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു റെഡും. അങ്ങനെ 3 കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് അവൻ്റെ കണ്ണിൽ ഐഷാഡോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനാണ് ലാസ്റ്റ് എത്തിയത്. പക്ഷേ ഇവന് പ്രത്യേകിച്ച് ഐബ്രോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐബ്രോ ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഐബ്രോ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഐലൈനറും അങ്ങനെയൊക്കെയാണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക് ഇടണ്ടെന്ന് അവൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക് ഇടാതെ വിടില്ല എന്ന് ഞാനും പറഞ്ഞു. കാരണം ലിപ്സ്റ്റിക്കും കൂടി ഇട്ടതിലേ അതിൻ്റെതായ ഒരു ഭംഗി കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് എന്തായാലും ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവനങ്ങ് സമ്മതിച്ചു തന്നു. പിന്നെ ഇത് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇപ്പം നിതിനുള്ളത് നിതിനാക്കി മാറ്റാം. പിന്നെ ഒരു സാരിയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സൂപ്പറായിരിക്കും. പിന്നെ നമ്മളാണ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞത്. ഞാനാണ് ലാസ്റ്റ് വന്നതെങ്കിലും ഞാനാണ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞത്. കാരണം എന്താ, ഐബ്രോ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവനിത് പൊട്ടൊക്കെ എടുത്ത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അവൻ പൊട്ടും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടപ്പോൾ എന്തോ പോലെ എന്ന് പറഞ്ഞ് അവനിത് റിമൂവ് ചെയ്യുന്നുണ്ട് എല്ലാം. പിന്നെ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇതേ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇതേ നിതിൻ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് കളയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോയുമായി നാളെ കാണാം. ബൈ.